4 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. സിപിഎമ്മിന് ചങ്കടിപ്പ് നൽകുന്ന നേമത്തുൾപ്പെടെ വിജയിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. നേമം, കഴക്കൂട്ടം, കാസർഗോഡ്, മഞ്ചേശ്വരം സീറ്റുകളിൽ പ്രതീക്ഷ വെക്കുന്നു ബിജെപി. പാലക്കാട്, ചാത്തന്നൂർ, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ അട്ടിമറി സാധ്യതയുണ്ട് എന്നുകൂടി ബിജെപി വിലയിരുത്തുകയാണ്. വോട്ട് വിഹിതം ഉയരും, ഒപ്പം എ ക്ലാസ് മണ്ഡലങ്ങൾ വർദ്ധിക്കും എന്നൊക്കെ ബിജെപി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നുണ്ട്. വി എസ് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, കൃത്യം ഒരാഴ്ച മാത്രമാണുള്ളത്. ഇപ്പോഴത്തെ റഹീസ് പറഞ്ഞതുപോലെയാണെങ്കിൽ നേമത്തുൾപ്പെടെ അവർ സിപിഎം പരാജയ ഭീതി ഉണ്ട്. അങ്ങനെയെങ്കിൽ ബിജെപിയുടെ കണക്കുകൂട്ടലും നേമം ജയിച്ചു കയറാമെന്നതാണ്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബിജെപി ഇക്കുറി അക്കൗണ്ട് തുറക്കുമോ? വിനീത, തീർച്ചയായിട്ടും ബിജെപിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തവണ UDF-ഉം LDF-ഉം അവരവരുടെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ബിജെപി ജയിക്കാൻ സാധ്യതയുള്ള ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ നേമത്തുൾപ്പെടെ കഴിഞ്ഞ തവണ ബിജെപി ജയിക്കാൻ സാധ്യതയുണ്ടാകുമ്പോൾ അവിടെ UDF-ഉം LDF-ഉം തമ്മിലൊരു ധാരണയുണ്ടായി. അല്ലെങ്കിൽ ആ വോട്ടുകൾ ഒരു LDF-ന് വേണ്ടി ഏകീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി ഏകീകരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാലക്കാട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ LDF-ഉം UDF-ഉം തമ്മിലൊരു ധാരണ നടന്നിട്ടില്ല. എല്ലായിടത്തും 3 മുന്നണികളും അവരവരുടെ വോട്ടുകൾ പിടിച്ചു എന്നതുകൊണ്ട് തന്നെ ബിജെപിക്ക് ജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആ ജയം ഉറപ്പാക്കാനാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബിജെപി എണ്ണുന്ന ആദ്യത്തെ 2 മണ്ഡലം ഒന്ന് നേമവും കഴക്കൂട്ടവുമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിച്ച മണ്ഡലമാണ്. 3ഉം 4ഉം മണ്ഡലങ്ങളായി കാസർഗോഡും മഞ്ചേശ്വരവും ഉണ്ട്. കാസർഗോഡ് മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാസർഗോഡ് ബിജെപി 2ാം സ്ഥാനത്താണെങ്കിലും വലിയ വിജയപ്രതീക്ഷ അവർ വെക്കാറില്ല. പക്ഷേ അവിടെ ഷാനവാസ് പാദൂരിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ LDF മത്സരിപ്പിച്ചതോടെ അവിടെ LDF കുറേ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് പിടിച്ചോടുകൂടി ബിജെപിക്ക് ജയസാധ്യത ഉയർന്നു എന്നാണ് ബിജെപി കണക്കാക്കുന്നത്. സമാനമായി മഞ്ചേശ്വരത്തും അത്തരത്തിലൊരു മത്സരം നടന്നു. പിന്നീട് 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബിജെപി പാലക്കാട്, തൃശ്ശൂർ, ചാത്തന്നൂർ, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് പ്രതീക്ഷ വെക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വരുന്നതോടുകൂടി ശക്തമായ മത്സരം നടന്നു. അവിടെ NMR റസാക്ക് വോട്ട് പിടിച്ചാൽ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. ശരി, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.